ലോകത്ത് എല്ലായിടത്തും നിലനിൽക്കുന്ന ഒന്നാണ് വംശീയത. വംശീയത അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തി സമഗ്ര മാനവ പുരോഗതിക്കായുള്ള വത്തിക്കാൻ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ പീറ്റർ ടക്സൺ വത്തിക്കാൻ വാർത്താ വിഭാഗത്തിന് ഇന്നലെ നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെയൊരു പ്രസ്താവന ആഫ്രിക്കയിലെ ഗാന സ്വദേശിയായ കർദിനാൾ പീറ്റർ ടക്സൺ പറഞ്ഞു വെച്ചത്. ലോകത്ത് ആരും കറുത്തവർഗക്കാരനെന്നോ വെളുത്തവർഗക്കാരനെന്നോ പറഞ്ഞ് ജനിക്കുന്നില്ല. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ നാം അത് അംഗീകരിക്കേണ്ടതാണ്. അതിനു പകരം വംശീയവുമായി ചിത്രീകരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മതവിവേചനത്തിനും പീഡനങ്ങൾക്കും നേരെ കണ്ണടയ്ക്കുന്ന രാഷ്ട്രങ്ങളും ഇന്ന് ലോകത്തുണ്ട്. അതിനാൽ ജോർജ് ഫ്ലോയിഡ് എന്ന വ്യക്തിയുടെ മരണത്തെ പ്രതിയുള്ള പ്രതിഷേധം വിപ്ലവകരമായി ദീർഘിപ്പിക്കാതെ സംവാദത്തിന്റെയും സമാധാനത്തിന്റെയും വഴികളിലൂടെ നീതിയും അവകാശവും നൽകാൻ പരിശ്രമിക്കണം. മനുഷ്യന്റെ അന്തസ്സ് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. നാം അവിടുത്തെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ സകല മനുഷ്യരും തുല്യ അന്തസ്സും അവകാശങ്ങളും ഉള്ളവരാണ്. ഈ ദൈവിക അന്തസ്സും അവകാശവും നിലനിർത്തുക എന്നതാണ് നമ്മുടെ കടമ. മൗലികമായ മനുഷ്യാന്തസ്സിനെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. അമേരിക്കൻ നഗരങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്ക് കാരണവും ഇതുതന്നെയാണെന്ന് കർദിനാൾ പറഞ്ഞു. ലോകത്ത് ദൈവം സൃഷ്ടിച്ച എല്ലാവരും ഒരേ നിറക്കാരല്ല. എല്ലാ പൂക്കൾക്കും ഒരേ നിറമല്ലല്ലോ. എന്നാൽ എല്ലാ നിറങ്ങളും നല്ലതാണ്. അവയിൽ ചെറുതും വലുതുമുണ്ട്. എന്നാൽ ചില നിറങ്ങളെ ഇഷ്ടമുള്ളതും ചിലതിനെ ഇഷ്ടമില്ലാത്തതുമായി വിവേചിക്കുന്നത് മനുഷ്യരാണ്. ഇഷ്ടക്കുറവ് അസഹിഷ്ണുതയായി പ്രകടമാക്കുന്നതാണ് വംശീയത. അത് അനീതിയാണ്. ഒരാളെ കൊല്ലുന്നത് മനുഷ്യാന്തസ്സിന് ഇണങ്ങിയ പ്രവൃത്തിയല്ല. അത് മാനവ കുടുംബത്തിന് തന്നെ ചേർന്നതല്ല. അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ട് അക്രമാസക്തമാകുന്ന പ്രതിഷേധത്തിൽ നിന്ന് ജനങ്ങൾ പിന്തിരിഞ്ഞ് കറുത്തവർഗക്കാരുടെ അവകാശങ്ങൾക്കായി സമാധാനപരമായി സർക്കാരിനോട് അഭ്യർത്ഥിക്കണമെന്നും അദ്ദേഹം വാർത്താ വിഭാഗത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു.